രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ രാഷ്ട്രങ്ങൾ തമ്മിൽ നിരവധി ഉടമ്പടികൾക്കും സംഘടനകൾക്കും രൂപം കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭ എന്ന പേര് നൽകിയത് FD റൂസ്വെൽറ്റ്. ഐക്യരാഷ്ട്രസഭ എന്ന പേര് നൽകിയത് FD റൂസ്വെൽറ്റ്. UN ഭരണഘടന അംഗീകരിച്ചത് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ. UN ഭരണഘടന അംഗീകരിച്ചത് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വച്ചു. ഇന്ത്യക്ക് വേണ്ടി ആർക്കോട്ട് രാമസ്വാമി ഒപ്പുവച്ചു. ഇന്ത്യക്ക് വേണ്ടി ആർക്കോട്ട് രാമസ്വാമി ഒപ്പുവച്ചു. 29ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1945 ഒക്ടോബർ 24 UN ഔദ്യോഗികമായി നിലവിൽ വന്നു. 1945 ഒക്ടോബർ 24 UN ഔദ്യോഗികമായി നിലവിൽ വന്നു. ആസ്ഥാനം മാൻഹാട്ടൻ, ന്യൂയോർക്ക്. ആസ്ഥാനം മാൻഹാട്ടൻ, ന്യൂയോർക്ക്. പതാക ഇളം നീല, നടുക്കു വെളുത്ത നിറത്തിൽ ഒലീവില, അതിൽ ഭൂഗോളം. UN-ന് 6 പ്രധാന ഘടകങ്ങളുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതി ജനറൽ അസംബ്ലി. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതി ജനറൽ അസംബ്ലി. ഏറ്റവും വലുത് പൊതുസഭ, 195 രാജ്യങ്ങൾ. ഏറ്റവും വലുത് പൊതുസഭ, 195 രാജ്യങ്ങൾ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ നിലവിലില്ല. രക്ഷാസമിതിയുടെ അംഗസംഖ്യ 15. രക്ഷാസമിതിയുടെ അംഗസംഖ്യ 15. രക്ഷാസമിതിയുടെ നോൺ പെർമനന്റ് അംഗങ്ങളുടെ കാലാവധി 2 വർഷം. രക്ഷാസമിതിയുടെ നോൺ പെർമനന്റ് അംഗങ്ങളുടെ കാലാവധി 2 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതി. ഐക്യരാഷ്ട്രസഭയുടെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതി. രക്ഷാസമിതി സ്ഥിരം അംഗങ്ങൾ 5. രക്ഷാസമിതി സ്ഥിരം അംഗങ്ങൾ 5. USA, UK, റഷ്യ, ഫ്രാൻസ്, ചൈന. പൊതുസഭ ആദ്യ വനിതാ അധ്യക്ഷ വിജയലക്ഷ്മി പണ്ഡിറ്റ്. പൊതുസഭ ആദ്യ വനിതാ അധ്യക്ഷ വിജയലക്ഷ്മി പണ്ഡിറ്റ്. സുരക്ഷാ സമിതിയുടെ അംഗസംഖ്യ 15. സുരക്ഷാ സമിതിയുടെ അംഗസംഖ്യ 15. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്, നെതർലാൻഡ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്, നെതർലാൻഡ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിമാരുടെ എണ്ണം 15. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിമാരുടെ എണ്ണം 15. ജഡ്ജിമാരുടെ കാലാവധി 9 വർഷം. ജഡ്ജിമാരുടെ കാലാവധി 9 വർഷം. ഐക്യരാഷ്ട്രസഭയിലെ അംഗീകൃത ഭാഷകൾ ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഫ്രെസ്ക. ഐക്യരാഷ്ട്രസഭയിലെ അംഗീകൃത ഭാഷകൾ ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഐക്യരാഷ്ട്ര ദിനം ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര ദിനം ഒക്ടോബർ 24. UN സെക്രട്ടറി ജനറലിന്റെ കാലാവധി 5 വർഷം. UN സെക്രട്ടറി ജനറലിന്റെ കാലാവധി 5 വർഷം. UN-ന്റെ ആദ്യ സെക്രട്ടറി ജനറൽ ട്രിഗുവേലി. UN-ന്റെ ആദ്യ സെക്രട്ടറി ജനറൽ ട്രിഗുവേലി, നോർവേ. UN ആദ്യ ആഫ്രിക്കൻ സെക്രട്ടറി ബുട്രോസ് ഗാലി, ഈജിപ്ത്. UN ആദ്യ ആഫ്രിക്കൻ സെക്രട്ടറി ബുട്രോസ് ഗാലി, ഈജിപ്ത്. കറുത്ത വർഗക്കാരൻ കോഫി അന്നൻ, ഘാന. കറുത്ത വർഗക്കാരൻ കോഫി അന്നൻ, ഘാന. ഏഷ്യക്കാരൻ ബാൻ കി മൂൺ. നിലവിൽ പ്ലീസ് കമന്റ്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് 1950. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് 1950. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. അന്താരാഷ്ട്ര സംഘടനകൾ. സർവ്വരാജ്യ സഖ്യം, ലീഗ് ഓഫ് നേഷൻ, നിലവിൽ വന്നത് 1920. സർവ്വരാജ്യ സഖ്യം, ലീഗ് ഓഫ് നേഷൻ, നിലവിൽ വന്നത് 1920. സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടത് 1946 ഏപ്രിൽ 20. സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടത് 1946 ഏപ്രിൽ 20. ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന നാറ്റോ. ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന നാറ്റോ. നാറ്റോ നിലവിൽ വന്ന വർഷം 1949 ഏപ്രിൽ 4. നാറ്റോ നിലവിൽ വന്ന വർഷം 1949 ഏപ്രിൽ 4. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സംഘടന വാൾസ് പാക്ട്, 1955. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സംഘടന വാൾസ പാക്ട്, 1955. ഇരുട്ടിനെ
ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി എങ്കിലും തെളിയിക്കുന്നതാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചത് പീറ്റർ ബെൻസൺ. 1961 ലണ്ടൻ. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചത് പീറ്റർ ബെൻസൺ 1961. ആംനസ്റ്റി ഇന്റർനാഷണലിന് നോബൽ സമ്മാനം ലഭിച്ചത് 1977. ആംനസ്റ്റി ഇന്റർനാഷണലിന് നോബൽ സമ്മാനം ലഭിച്ചത് 1977. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ, എത്യോപ്യ. 1963 മെയ് 15. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ, എത്യോപ്യ. 1963 മെയ് 15. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസൽസ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസൽസ്. സ്ഥാപിച്ചത് 1993. ചേരിചേര പ്രസ്ഥാനം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നാം. ചേരിചേര പ്രസ്ഥാനം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നാം. നാമിന്റെ രൂപീകരണത്തിന് കാരണമായത് 1955 ബന്ദൂങ് സമ്മേളനം, ഇന്തോനേഷ്യ. ആദ്യ സമ്മേളനം നടന്നത് സെപ്റ്റംബർ 1, 1961 ബൽഗ്രേഡ്, യൂഗോസ്ലാവിയയിൽ വെച്ച്. ആദ്യ സമ്മേളനം നടന്നത് സെപ്റ്റംബർ 1, 1961 ബൽഗ്രേഡിൽ, യൂഗോസ്ലാവിയ. സ്ഥാപക നേതാക്കൾ ജവഹർലാൽ നെഹ്റു, സുകാർണോ, ഇന്തോനേഷ്യ. മാർഷൽ ടിറ്റോ, യൂഗോസ്ലാവിയ. ഗമാൽ അബ്ദുൽ നാസർ, ഈജിപ്ത്. സ്ഥാപക നേതാക്കൾ ജവഹർലാൽ നെഹ്റു, സുകാർണോ, ഇന്തോനേഷ്യ. മാർഷൽ ടിറ്റോ, യുഗോസ്ലാവിയ. ഗമാൽ അബ്ദുൽ നാസർ, ഈജിപ്ത്. ലോക ബാങ്ക് ആസ്ഥാനം USA, വാഷിംഗ്ടൺ DC. 1945 ഡിസംബർ 27. ലോക ബാങ്ക് ആസ്ഥാനം USA, വാഷിംഗ്ടൺ DC. 1945 ഡിസംബർ 27. വേൾഡ് ബാങ്ക് പ്രസിഡന്റ് എപ്പോഴും അമേരിക്കക്കാരനായിരിക്കും. IMFന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആസ്ഥാനം വാഷിംഗ്ടൺ DC. IMFന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആസ്ഥാനം വാഷിംഗ്ടൺ DC. ബ്രെട്ടൻ വുഡ് ഇരട്ട എന്നറിയപ്പെടുന്നത് ലോക ബാങ്ക് IMF. ബ്രെട്ടൻ വുഡ് ഇരട്ട എന്നറിയപ്പെടുന്നത് ലോക ബാങ്ക് IMF. ആസിയാൻ ആസ്ഥാനം ജക്കാർത്ത. 1967. ആസിയാൻ ആസ്ഥാനം ജക്കാർത്ത. 1967. ഇന്ത്യ ഉൾപ്പെടെ ആസിയാനിൽ 10 രാജ്യങ്ങൾ. ഇന്ത്യ ഉൾപ്പെടെ ആസിയാനിൽ 10 രാജ്യങ്ങൾ. ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ FAO ആസ്ഥാനം റോം. ലോക ഭക്ഷ്യ കാർഷിക സംഘടന രൂപം കൊണ്ടത് 1945 ഒക്ടോബർ 16. ലോക ഭക്ഷ്യ കാർഷിക സംഘടന രൂപം കൊണ്ടത് 1945 ഒക്ടോബർ 16. ലോക ക്ഷീരദിനമായി ആചരിക്കുന്നത് ജൂൺ 1. ലോക ക്ഷീരദിനമായി ആചരിക്കുന്നത് ജൂൺ 1. വേൾഡ് ഫുഡ് പ്രോഗ്രാം WFP 1961 റോമിൽ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. ആദ്യ ഉച്ചകോടി നടന്നത് ധാക്കയിൽ. ആദ്യ ഉച്ചകോടി നടന്നത് ധാക്കയിൽ. സാർക്കിലെ അംഗങ്ങൾ പാനി MBBS, M മാലദ്വീപ്. കുട്ടികളുടെ ക്ഷേമത്തിനായി രൂപം കൊണ്ട സംഘടന യൂണിസെഫ്. കുട്ടികളുടെ ക്ഷേമത്തിനായി രൂപം കൊണ്ട സംഘടന യൂണിസെഫ്. വർഷം 1946 ഡിസംബർ 11. ലോക വ്യാപാര സംഘടന WTO നിലവിൽ വന്നത് 1995. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995. ഇന്ത്യ അംഗമായത് 1995 ജനുവരി 1. 8ാം പഞ്ചവത്സര പദ്ധതി സമയത്ത്. ലോക പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് 1972 വങ്കായി മാതയുടെ നേതൃത്വത്തിൽ. ലോക പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് 1972 വങ്കായി മാതയുടെ നേതൃത്വത്തിൽ. ആസ്ഥാനം നെയ്റോബി, കെനിയ. ആസ്ഥാനം നെയ്റോബി, കെനിയ. റെഡ് ക്രോസിന്റെ പതാകയുടെ നിറം വെള്ള. റെഡ് ക്രോസിന്റെ പതാകയുടെ നിറം വെള്ള. ലോക റെഡ് ക്രോസ് ദിനം മെയ് 8. ലോക റെഡ് ക്രോസ് ദിനം മെയ് 8. സ്ഥാപകൻ ഹെൻറി ഡ്യൂനറ്റ്. സ്ഥാപകൻ ഹെൻറി ഡ്യൂനറ്റ്. 1863 ഫെബ്രുവരി 17. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില, ഫിലിപ്പീൻസ്.
ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില, ഫിലിപ്പൈൻസ്. വർഷം 1974. ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായ വർഷം 1948 ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായ വർഷം 1948 ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ വനിത രാജ്കുമാരി അമൃത് കൗർ. ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്നത് റഷ്യ 2009 ജൂൺ 16. ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്നത് റഷ്യയിൽ 2009 ജൂൺ 16. ആസ്ഥാനം ഷാങ്ഹായ്, ചൈന. ആദ്യ രാജ്യങ്ങൾ ഇവയാണ്: ഈജിപ്ത്, ഇറാൻ, എത്യോപ്യ, ഇന്തോനേഷ്യ, UAE എന്നീ രാജ്യങ്ങളും ഇപ്പോൾ അംഗങ്ങളാണ്. താങ്ക് യു.